ഹലോ, നമ്മളിന്ന് തയ്യാറാക്കുന്നത് ഒരു സ്പെഷ്യൽ എഗ് റോസ്റ്റ് ആണ്. എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ വെച്ച് അതിലേക്ക് 5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. കടുകിടുക. കടുക് പൊട്ടിയതിന് ശേഷം ഒരു 2 തണ്ട് കറിവേപ്പില ഇടുക. അതും പൊട്ടിയതിന് ശേഷം 5 അല്ലി വെളുത്തുള്ളി, 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്ത് അതിലേക്ക് 2 പച്ചമുളകും കൂടെ ചേർത്ത് നന്നായി വഴറ്റുക. ഇതിലേക്ക് 3 മീഡിയം സൈസ് സവാള കൊത്തിപ്പൊടിച്ചതും കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും ഒരു ചെറിയ തക്കാളിയും കൂടെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഉള്ളി ഒന്ന് വഴണ്ട് കഴിയുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിൻ്റെ പച്ചമണം ഒന്ന് മാറണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരുംജീരകം, 1/4 ടീസ്പൂൺ ഗരം മസാല ഇവ ചേർത്ത് നന്നായി ഇളക്കുക. എത്രമാത്രം ഈ മിക്സ് വഴണ്ട് കിട്ടുന്നോ അത്രയും നമ്മുടെ കറിക്ക് രുചി കൂടുന്നതായിരിക്കും. ഇനി ഇതിൽ 5 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി ഈ ഒരു ഗ്രേവിയെ നമ്മുടെ പാനിലൊന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ സെറ്റ് ചെയ്ത് ഇതുപോലെ ചെറിയ തിള വരുമ്പോൾ ഇതുപോലെ എന്ത് ചെയ്യുക, ഓരോ ഹോളിട്ട് കൊടുക്കുക. നമുക്ക് എത്ര മുട്ടയാണ് ആവശ്യം അതുപോലെ ഹോളിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആ മുട്ട 3 പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്ത് നമുക്കതിനെ അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്യണം. ഈ ഒരു രീതിയിൽ കുക്കായതിനു ശേഷം ഇത് നമുക്ക് ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. ചപ്പാത്തിയുടെ ഒപ്പവും ചോറിനൊപ്പവുമൊക്കെ നല്ലൊരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്യുക.